നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? സുഖമായി സന്തോഷമായിരിക്കട്ടെ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. സർപ്രൈസ് കൊറിയർ വരുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് തുറന്നു നോക്കാൻ രാവിലെ മുതൽ നല്ല കാത്തിരിപ്പിലാണ് കേട്ടോ. അതിനോടൊപ്പം ഉച്ചക്കത്തെ ലഞ്ചിന് നാടൻ ബീഫ് കറി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാത്തിരിപ്പ് നിറഞ്ഞ അൺബോക്സിങ്ങും രുചികരമായ ബീഫ് കറിയുടെയും ഫുൾ വീഡിയോ കാണാനായിട്ട് തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ അതാ അടിപൊളി ബീഫ് കറിയും അൺബോക്സിങ് വീഡിയോയുമായി ഇതാ വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വ്ലോഗ് ആരംഭിക്കാം അല്ലേ. അങ്ങനെ രാവിലെ തന്നെ ചായയിൽ നിന്നാട്ടോ ഇന്ന് വ്ലോഗ് ആരംഭിച്ചത്. അപ്പോൾ രാവിലെ തന്നെ ദോശയാട്ടോ സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ദോശ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് തക്കാളി ചമ്മന്തിയും സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് വീഡിയോ സെറ്റ് എടുത്തില്ല, ഒരുപാട് തവണ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണുമ്പോൾ ഒരു മടുപ്പ് തോന്നൂലേ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ദോശ ചുടുന്നതും ചമ്മന്തി ഉണ്ടാക്കുന്നതും എടുക്കാഞ്ഞത് കേട്ടോ. ഈ നേരെ നമുക്ക് നാടൻ ബീഫ് കറി വളരെ രുചികരമായി വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ബീഫ് കറി റെസിപ്പി കാണാം കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഇതാ പൊടിയായി എരിഞ്ഞ സബോള ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 സബോള മീഡിയം സൈസിലുള്ള സബോള അരിഞ്ഞെടുത്തത് അതങ്ങോട്ട് പൊടിയായി തന്നെ അരിഞ്ഞ് ചേർക്കണം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീഫിലേക്ക് ആവശ്യമായ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കേട്ടോ. പിന്നെ നമ്മുടെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിനുള്ള മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി ഏറെ ഞാൻ ചേർത്ത് കൊടുക്കും കേട്ടോ പാകത്തിന്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്തങ്ങായിട്ട് വെള്ളം ഒഴിച്ച് പാകത്തിന് കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് കൈ വെച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് കഴിച്ചെടുക്കണം. ഈ സമയം എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിലെ വിജയം. ലൈക്ക് അടിക്കാൻ ആരും വെറുതെ പോരുതിട്ട് നല്ല രീതിയിൽ കഴിച്ച് സെറ്റാക്കി എടുത്തിട്ട് ഞാൻ പാകത്തിന് ബീഫ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നേരെ കുക്കർ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. കുക്കു എന്ന് വിളിച്ചങ്ങായിട്ട് ഒരു 10 വിസിലിന് ശേഷം നമ്മുടെ ബീഫ് വെന്ത് കിട്ടും കേട്ടോ. അധികം മൂപ്പ് കൂടിയതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഒരു 10 വിസിൽ വേണ്ടി വരും. 8 വിസിലേ വേണ്ടുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ മൂത്ത ഇറച്ചി ആയതുകൊണ്ട് ഒരു 10 വിസിൽ വേണ്ടി വന്നു കേട്ടോ. അതിന് ശേഷം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കും. നെയ്യുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി 1-2 വിസിലിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കുക്കിംഗ് ചെയ്യാം കേട്ടോ. അടുപ്പത്തേക്കൊരു ചീഞ്ചട്ടി വെച്ചെടുക്കണം കേട്ടോ. വെച്ച് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല രീതിയിൽ അങ്ങോട്ട് ചൂടായി പിന്നെ നമുക്ക് ചെറുളെടുക്കാം. ഒരു 10-15 ചെറുളെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല പൊടി പോലെ അങ്ങോട്ട് അരിയണം കേട്ടോ. അതാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ്. നല്ല രീതിയിൽ തിക്നെസ്സായി കിട്ടണമെങ്കിൽ നല്ല പൊടിയായിട്ട് അരിയണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചേർത്തുങ്ങായിട്ട് ഉള്ളി വേവുന്നവരെ നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. അതിന് ശേഷം എരിവിനനുസരിച്ചുള്ള പച്ചമുളകാണ് കേട്ടോ. നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അതിലേക്ക് നമ്മുടെ കുരുമുളക് പൊടി 1.5 ടീസ്പൂണ്, സാദാ മുളക് പൊടി 1 ടീസ്പൂണ്, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തുങ്ങായിട്ട് നല്ല രീതിയിൽ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ പെരിഞ്ജീരകപ്പൊടി ഇടാൻ മറന്നിട്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. എന്നിട്ട് പച്ചമണം മാറുന്നവരെ തീ നല്ലപോലെ കുറച്ച് വയ്ക്കുന്ന പൊടികളൊക്കെ ചേർക്കുമ്പോൾ എന്നിട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുത്ത ശേഷം 3 നല്ല പഴുത്ത തക്കാളി മീഡിയം സൈസ് തക്കാളി ഇട്ടു നല്ല രീതിയിൽ ഇതേ രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുത്തിട്ടു. എന്നിട്ട് നല്ല രീതിയിൽ നമ്മുടെ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ മസാല നമ്മുടെ ബീഫിൽ പിടിക്കുന്നവരെ നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മറിച്ച് കൂട്ടുകാരെ. എന്നിട്ട് അതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ചെറുനാരങ്ങയാണ്. അതിലെ പകുതി ചെറുനാരങ്ങയായിട്ട് ഞാൻ എടുത്തത്. പിന്നെ അതിലേക്ക് പുതിനയിലായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലായിട്ട് നല്ലത് ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പുതിനയിലായിരുന്നു. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർക്കാട്ടോ. എന്നിട്ട് കുറച്ചും കൂടി ഗ്രേവി ചെയ്യണം കേട്ടോ. അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 2 സെക്കൻഡിന് ശേഷം നമ്മുടെ ബീഫ് കറി സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. നാടൻ രീതിയിലുള്ള അടിപൊളി ബീഫ് കറി സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കാറുണ്ടോ? എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. 100% റിസൾട്ട് നൽകുന്ന പെർഫെക്റ്റ് റെസിപ്പി ബീഫ് കറി സെറ്റായിട്ടുണ്ട്. നിങ്ങൾ ഊണ് കഴിച്ചാൽ ഇല്ലെങ്കിൽ വായോട്ടോ അടിപൊളി ബീഫ് കറിയും കൂട്ടിയിട്ട് ഊണ് കഴിക്കാം. അങ്ങനെ ഊണൊക്കെ കഴിച്ച ശേഷം കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത ശേഷം ഒരു 3 മണിയായപ്പോൾ കൊറിയർക്കാർ ഫോൺ വിളിച്ചിട്ടോ. കൊറിയർ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തങ്ങായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. മീഷോ നാട്ടോ. രാവിലെ മുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ അൺബോക്സിങ് വീഡിയോ എത്തിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ഓപ്പൺ ആക്കാൻ കേട്ടോ. അൺബോക്സിങ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഊഹിച്ചേ ഇതിലെന്തായിരിക്കും ഗസ് ചെയ്തേ.
എല്ലാവരും കമൻറ്റ് ഇപ്പം തന്നെ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അടിപൊളി ഐറ്റം ആയിരിക്കും, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണെന്നാണ് കേട്ടോ ഒരു സൂചന തന്നത്. പക്ഷേ എന്താണെന്ന് എനിക്കും പിടികിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. അതാ ഓപ്പൺ ആക്കി ഇതാ പകുതിയോളം എത്തിയിട്ടുണ്ട്. ഗസ് ചെയ്ത് കിട്ടിയോ? ഇപ്പം തന്നെ ഒരു കമൻറ്റ് രേഖപ്പെടുത്തും കേട്ടോ. വേറെ ഒന്നുമല്ല, അടുപ്പായിരുന്നു കേട്ടോ. ഇതിൽ ചെറിയ പാത്രമോ വലിയ പാത്രമോ ഒക്കെ വെക്കാം കേട്ടോ. വെള്ളം തിളപ്പിക്കാനായിട്ട് വലിയ ചെമ്പെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചാൽ ഇതിൽ പറ്റില്ല കേട്ടോ. പുറത്തേക്ക് കൊണ്ടുപോകാൻ അടിപൊളി ഐറ്റമാണ്. ഇവിടെ വെച്ചിട്ട് നമുക്ക് കുക്കിംഗ് ചെയ്യാൻ പറ്റും കേട്ടോ. വെറും 909 രൂപ മാത്രം ഇതിൻ്റെ റേറ്റ്. അപ്പോൾ വളരെയധികം വില കുറവും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. ഒരുപാട് പേര് പർച്ചേസ് ചെയ്ത ഒരു ഐറ്റം കൂടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇപ്പം തന്നെ മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, എന്നിട്ട് ഓർഡർ ചെയ്യൂ. അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം കേട്ടോ. 4:30 മണിയായപ്പോൾ ദാ നല്ല കാറ്റും കോളും മഴയും ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? അപ്പോൾ ഈ ചൂട് കാലത്ത് നമുക്ക് ആശ്വാസത്തിനായിട്ട് ഇതാ മഴ എത്തിയിട്ടോ. അപ്പോൾ പിറ്റേ ദിവസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ 2 ദിവസം മുന്നേ വീഡിയോസ് എടുത്ത് വെച്ചതാണ്. വീഡിയോ ഇടാനായിട്ട് 2 ദിവസം വൈകിട്ടുണ്ട്. അപ്പോൾ വളരെ തിരക്കിലായിരുന്നു കേട്ടോ. തിരക്കിലായത് കൊണ്ടാണ് വീഡിയോസ് വൈകുന്നത്. പിന്നെ അതും തന്നെയല്ല, നല്ലൊരു കണ്ടൻറ്റും കിട്ടണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഇടാനായിട്ട് അല്പം വൈകുന്നത്. അപ്പോൾ നല്ല കാറ്റും കോളും ഉള്ള സമയത്ത് ഞങ്ങൾ മുമ്പാ തന്നെ കുത്തിയിരുന്നു കേട്ടോ. ചായ ഗ്ലാസ് പിടിച്ചും കയറ്റിയിരുന്നു. നല്ല തണുത്ത കാറ്റല്ല. അപ്പോൾ കുറച്ച് നേരം ഇരുന്നു. പിന്നെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ട് പോകുന്നത് തുമ്പപ്പൂ പോലുള്ള ചോറും പിന്നെ അടിപൊളി ബീഫ് കറിയും കൂട്ടിയിട്ട് കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഊണ് കഴിച്ചോ? രാത്രിക്കത്തെ ഡിന്നർ ഇല്ലെങ്കിൽ വായോട്ടോ. അടിപൊളി ബീഫ് കറി, നാടൻ രീതിയിലുള്ള ബീഫ് കറിയും കൂട്ടിങ്ങായിട്ട് കഴിക്കാട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം 100% പെർഫെക്റ്റ് റെസിപ്പി തന്നെയായിരുന്നു നമ്മുടെ ബീഫ് കറി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിങ്ങായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ. നമ്മുടെ തുമ്പപ്പൂ പോലുള്ള ചോറും ബീഫ് കറിയും കൂടി കുഴച്ചങ്ങോട്ട് തിന്നുമ്പോഴുള്ള ടേസ്റ്റില്ല, അത് വേറെ തന്നെയാട്ടോ. ഇത് കത്തിക്കുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാട്ടോ. ഇത് വീട്ടിൻ്റെ ഉള്ളിലോ അടച്ചിട്ട മുറികളിലോ ഉപയോഗിക്കാനായിട്ട് പാടില്ല. മുറ്റത്തോ അല്ലെങ്കിൽ തുറസായ സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. തടി, പ്ലാസ്റ്റിക്, ഉണങ്ങിയ ഇലകൾ, ഗ്യാസ് സിലിണ്ടറിൽ നിന്നും മതിയായ അകലം പാലിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഉണങ്ങിയ വിറക് കഷ്ണങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ കോൽവാർഗ് ഉണ്ടായിരുന്നു, ചുള്ളൽ വെട്ടിണ്ടായിരുന്നു കേട്ടോ. അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചോറ് വെച്ചത് കേട്ടോ. അതിനുശേഷം ചാറ് നല്ല പോലെ തണുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ശ്രദ്ധാപൂർവം മാറ്റുക. ചാരം നീക്കം ചെയ്തതിന് ശേഷം വൃത്തിയാക്കി സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് രേഖപ്പെടുത്താനും ലൈക്ക് അടിക്കാനൊന്നും മറന്നു പോകരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.